ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ അർജുനെയും ഒപ്പമുള്ളവരെയും കണ്ടെത്താനുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. ഒപ്പമുള്ളവരെന്ന് പറയുന്നത് കർണാടകയിൽ തന്നെയുള്ള മറ്റു 3 പേരെയും കണ്ടെത്താനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടിയാണ് ഡ്രഡ്ജർ നടത്തുന്നത്. ഇന്നും തുടരും തെരച്ചിൽ. നേവി സംഘം രേഖപ്പെടുത്തിയ പോയിന്റ് 1ഉം 2ഉം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ഇന്നലെ പോയിന്റ് 4 കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടന്നത്. ഈശ്വർ മാൽപ്പയുടെ സേവനം ലഭ്യമാക്കും. ഡ്രഡ്ജർ മേഖലയിൽ തുടരുന്നുണ്ടെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ ഗംഗാവലിയിൽ മണ്ണ് നീക്കം സാധ്യമായിട്ടുമില്ല. കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ച കയറും ലോറിയിലെ ലോഹഭാഗവും കണ്ടെടുത്ത പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും ആവശ്യം. അർജുന്റെ സഹോദരിയും ബന്ധുക്കളും ഷിരൂരിൽ തുടരുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. തണുപ്പുണ്ടോ ഷിരൂരിൽ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. തണുപ്പില്ല. ഇന്നലെ രാവിലെ നമ്മളിവിടേക്ക് എത്തുമ്പോൾ നേരിയ തോതിലുള്ള തണുപ്പുണ്ടായിരുന്നു. പിന്നീട് കനത്ത വെയിലിലേക്ക് കാര്യങ്ങൾ പോയി. വളരെ അനുകൂലമായ സാഹചര്യം അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് അപകടം നടന്ന സ്ഥലത്തിന്റെ തൊട്ടരികിൽ റോഡരികിലാണ്. തെളിഞ്ഞ വെള്ളവും നല്ല അന്തരീക്ഷവും ഒഴുക്കില്ലാത്ത പുഴയൊക്കെ കാണുമ്പോൾ ആ പുഴയിൽ ഇറങ്ങി ഒന്ന് കുളിക്കാൻ തോന്നുന്നില്ലേ? ഞാൻ ഇന്നലെ മുതൽ ചോദിക്കണമെന്ന് വെച്ചൊരു ചോദ്യമാണ്. അല്ല, ആഗ്രഹമുണ്ട്. നീന്തൽ അറിയാത്തതുകൊണ്ട് വീണ്ടും മറ്റൊരു ദുരന്തം വരുത്തി വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അടുത്ത ഡ്രഡ്ജർ ഇനി വരണമെങ്കിൽ ബോംബെ എന്ന് വരേണ്ടി വരും. വേണ്ടി വരും. അതും ചെറുത് മതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരൊരു സാഹസത്തിന് മുതിരാത്തത്. ഞാൻ പറഞ്ഞു വന്നതേ, ആ ഡ്രഡ്ജറിന്റെ തൊട്ടപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അരുൺകുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയതാണല്ലോ. അന്ന് നമ്മൾ കണ്ടിരുന്ന ആ മൺകൂനുകൾ ഇപ്പോൾ എത്രത്തോളം ഉയരത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് കണ്ടില്ല. അവിടെ ഇപ്പോൾ വേലിയിറക്കത്തിന്റെ സമയമാണ്. അതുകൊണ്ട് ജലത്തിന്റെ ഒരു നിരപ്പ് അത്രത്തോളം താഴ്ന്നിട്ടുണ്ട്. നമുക്ക് ഈ വലതുവശത്തേക്ക് കൂടി ക്യാമറ ഒന്ന് പാൻ ചെയ്യാം. ആ മേഖലയിലൊക്കെ നമുക്ക് നടന്നു പോകാവുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ വന്ന് ഇവിടെ വെച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്നു എന്നുള്ള ഗംഗാവലി പുഴയുടെ നമ്മൾ കഴിഞ്ഞ ഭീകരതകൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ പുഴയുടെ ആ നടുഭാഗത്ത് ഏതാണ്ട് ആ മരമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു പ്രദേശത്തൊക്കെ കുട്ടികൾ കഴിഞ്ഞ ദിവസം വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിൻ്റെ ഒരു ഈ നദിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും രൗദ്രഭാവം ആവാഹിച്ചെടുക്കുകയും അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയും ചെയ്യുന്നതാണ് ഗംഗാവലി എന്ന് കൂടി പറഞ്ഞു വെക്കുന്നതെന്ന് മാത്രം. എന്തായാലും ഇന്നിപ്പോൾ ഈ ഡ്രഡ്ജർ നിലവിൽ നങ്കൂരം ഇട്ടിരിക്കുന്നത് ഒരു പോയിന്റും കേന്ദ്രീകരിച്ചല്ല. ഇന്നലെ മൽപ്പെ കണ്ടെത്തിയ ലോറിയുടെ ടയറിന്റെ ഭാഗം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഏതാണ്ട് ആ പ്രദേശത്താണ് ഡ്രഡ്ജർ നങ്കൂരം ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പോയിന്റ് 1-2 എന്ന നേവി രേഖപ്പെടുത്തിയ ഏരിയയുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഐബോർഡ് പരിശോധനയിലൊന്നും തന്നെ കണ്ടെത്തിയ മേഖലയല്ല. അതിന് തൊട്ട് ഇപ്പുറത്തേക്കായിട്ട്, അതായത് ലക്ഷ്മണന്റെ തട്ടുകടയുടെ ഏതാണ്ട് പുറകുവശത്തേക്കായിക്കൊണ്ട് നേവി ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആണ് കാണുന്നത് പോയിന്റ് 1-2. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഈ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തി വൈകിട്ട് ഒരു പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ അവിടെയായിരുന്നു ആദ്യഘട്ടത്തിൽ 1.5 മണിക്കൂറിന്റെ പരിശോധന ഉണ്ടായിരുന്നത്. ആ 1.5 മണിക്കൂർ പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് അർജുന്റെ ലോറിയിലെ കയറുകൾ, ഒപ്പം തന്നെ അവിടെ വെച്ച് തന്നെ കൃത്യമായി വാഹനത്തിലെ ഡ്രിങ്കിങ് വാട്ടർ കാരിയർ അതുകൂടി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന വേണം എന്നുള്ളതാണ് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്നലെ ഒന്നും ആ മേഖലയിൽ കാര്യമായ തെരച്ചിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെരച്ചിൽ ഉണ്ടാകാതെ പോകുന്നത് എന്നുള്ളത് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പറയുന്നത് ലോറി കണ്ടെത്തുക, അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ ഉള്ള അധികാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന എന്നുള്ള നിലയിലാണ്. ഇന്നിപ്പോൾ ഈശ്വർ മൽപ്പെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൈവ് നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ലോറി ഉടമ മനാഫുമായൊക്കെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന വേണം. അങ്ങനെ പരിശോധന നടത്തുകയാണെങ്കിൽ അവിടെ ആ വാഹനം കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഡ്രഡ്ജർ കമ്പനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്? ഇന്ന് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു അലംഭാവം അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും പല മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡ്രഡ്ജർ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു അല്പം മുന്നോട്ട് മാറിയിട്ടായിരിക്കും ഈ തെരച്ചിൽ നടക്കാൻ പോകുന്നത്. വലിയ ആഴം അവിടെ ഇല്ല, പക്ഷെ ഒരുപാട് മണ്ണ് വന്നും അതിന് മുകളിലും മൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇടിഞ്ഞ മണ്ണ് കൂടാതെ ഇക്കഴിഞ്ഞ മാസങ്ങളിലായി മുകളിൽ നിന്ന് ഒഴുകി വന്ന മണ്ണും അതിന് മുകളിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. പക്ഷേ ഇന്നും നാളെയുമായിട്ട് നമുക്കതിനകത്തൊരു ബ്രേക്ക് ത്രൂ വരണം, അല്ലേ? ഒരു നിർണായകമായ സൂചന കിട്ടേണ്ടതാണ്.
ദീപക്, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, കോള് കട്ടായിട്ടുള്ള. ഓക്കെ ദീപക്, ഞാൻ പറഞ്ഞത് കേട്ടിരുമെങ്കിൽ മണ്ണ് ഒരുപാട് വന്ന് അടിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ മലയിടിഞ്ഞു വന്ന മണ്ണാണെങ്കിൽ ഇപ്പോൾ ഈ പുഴയിൽ നിന്ന് ഒഴുകി വന്ന മണലുകൂടി ഒരു പക്ഷേ മുകളിൽ ഒരു കൂനയായി മാറിയിട്ടുണ്ടാവും. ആ മണലുകൂടി മാറ്റിയാൽ മാത്രമേ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഡ്രഡ്ജറിന് പോകാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്ന് തന്നെ ഒരു പക്ഷേ നമുക്ക് ആ സൂചന പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുമായിരിക്കും. ഇന്നലെ വളരെ നിർണായകമായ സൂചനകളാണ് നമുക്ക് കിട്ടിയതും. എന്തായാലും വണ്ടിയുടേതെന്ന് കരുതപ്പെടുന്ന രണ്ടു ഭാഗങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഒന്ന് ഈ ഹൈഡ്രോളിക് ജാക്കിയാണ്, അത് നേരത്തെ ഈശ്വർ മാൽപ്പെ കണ്ടെത്തിയിരുന്നു. പിന്നെ തടിക്കഷണങ്ങൾ, കയറ്, ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ കുടിവെള്ളം വെച്ചിരുന്ന പ്ലാറ്റ്ഫോം, ഇത്രയും നമുക്ക് ഈ വണ്ടിയുടേതാണ് എന്ന നിലയിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് അടിയിൽ പോവേണ്ടി വരുമോ ഇനി? ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രഡ്ജർ കാണാൻ സാധിക്കും. അതിൽ ഹിറ്റാച്ചി കാണുന്നുണ്ട്, അതിൻ്റെ ബൂം ലെങ്ത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് 5.5 മീറ്ററോളം താഴ്ചയിലേക്ക് മണ്ണ് നീക്കം സാധ്യമാകുന്ന തരത്തിലുള്ള സംവിധാനമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു ഡ്രഡ്ജർ ഈ കാണുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ കോൺടാക്ട് പോയിന്റ് 1, 2 എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ ആ ബൂം ഉപയോഗിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് പലതരത്തിൽ പരിശോധനകൾ നടത്തുമ്പോഴും പൂർണ്ണമായും മണ്ണിലേക്ക് ടച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേസമയം തന്നെ അതിൻ്റെ മറുവശത്ത് നമുക്ക് മൺതിട്ടകൾ കാണാം. ആ മേഖലയിലേക്കാണ് പൂർണ്ണമായും മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തു കൂടി മാത്രമാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒഴുക്ക് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ നടക്കുന്നത്. മറ്റൊന്ന് ആ മൺതിട്ടയ്ക്ക് മറുവശത്തു കൂടി, അതായത് ആ കര, നമുക്ക് എതിർവശത്തെ കര കാണാൻ സാധിക്കും. അങ്ങനെ രണ്ട് സൈഡിലൂടെയാണ് ഈ ഗംഗാവലി ഇപ്പോൾ പൂർണ്ണമായും ഒഴുകുന്നത്. നടുഭാഗത്ത് മുഴുവൻ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഇന്നിപ്പോൾ ആ മേഖലയിലേക്ക് എത്തിച്ചാൽ പോലും അവിടെ ആ തരത്തിൽ മണ്ണ് നീക്കം സാധ്യമാകുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം വേലിയിറക്കത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്, ഡ്രഡ്ജർ കുറച്ചുകൂടി താഴേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ഇത് ഇത്തരത്തിൽ മണ്ണ് നീക്കം സാധ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുണകരമാകും. അതേസമയം തന്നെ വേലിയേറ്റത്തിൻ്റെ സമയത്ത് മാത്രമേ ഇത്തരത്തിൽ പ്രവൃത്തികൾ പൂർണ്ണതോതിൽ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം കാർവാർ MLA ഒക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ മെഷീൻ അവിടേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. അവിടെ മൂവ് ചെയ്ത് ആ മേഖലയിലേക്ക് എത്തിച്ച് അവിടെ നങ്കൂരം ഇടേണ്ടതുണ്ട്. തുടർന്നായിരിക്കും പ്രവർത്തികളിലേക്ക് പോകേണ്ടത്. പക്ഷേ അത്തരത്തിൽ ഒരു ഏകോപനം കൃത്യമായി ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ഒരു അധികൃതരുടെ ഭാഗത്ത്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള പരിപാടിയൊന്നും അല്ല ഇത്. ഇത് അക്ഷരാർത്ഥത്തിൽ മാൽപ്പെ ഇന്നലെ നടത്തിയ ഡൈവ് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം രാവിലെ അദ്ദേഹം 7 മണിക്ക് ഈ മേഖലയിലേക്ക് എത്തിയതാണ്. ഏതാണ്ട് 11 മണി വരെ അദ്ദേഹത്തിന് ഇവിടെ സ്വിമ്മിംഗ് സൂട്ട് ഉൾപ്പെടെ ഇട്ട് കാത്തു നിൽക്കേണ്ടി വന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പെർമിഷൻ്റെ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളതാണ്. പിന്നീട് ആ പെർമിഷൻ കിട്ടി അദ്ദേഹം ഇറങ്ങി ഏതാണ്ട് ഉച്ചവരെ ഏതാണ്ട് 6-7 ഡൈവുകൾ നടത്തി. പക്ഷേ കൃത്യമായ ഒരു സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് മൽപ്പെ വീണ്ടും അടുത്ത ദൗത്യം ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഒന്നുമല്ലാതെ ഏതാണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഡൈവ്, അതിൽ 3 ഡൈവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ 3ാമത്തെ ഡൈവിലാണ് ഇത് സ്ഥിരീകരിക്കുന്നത് ടയറിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അങ്ങനെ സ്ഥിരീകരണം വന്നതിന് ശേഷമാണ് അവിടെ നിന്നും അത് ഉയർത്തിയെടുക്കുകയും ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ മറ്റ് പരിശോധനകളൊന്നും തന്നെ ആ നിലയ്ക്ക് നടക്കുന്നില്ല. മാൽപ്പെ നടത്തുന്ന നീക്കങ്ങൾ അതനുസരിച്ചുകൊണ്ട് ഈ ഡ്രഡ്ജിംഗ് മെഷീൻ മൂവ് ചെയ്യുകയും അവിടെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്താനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു സംശയമുള്ളത് ദീപക് പറഞ്ഞതിനകത്തൊരു ആശങ്കയുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഭൂമിന്റെ നീളം കുറവാണെങ്കിൽ അഥവാ ഭൂമി അടിത്തട്ടിലേക്ക് പോയി എത്തുന്നില്ലെങ്കിൽ ഈ ട്രക്ക് കിടക്കുന്ന സ്ഥലത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താണ് സാധ്യതയുള്ളത്? അതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോൺടാക്ട് പോയിന്റ് 1ഉം 2ഉം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധന നടക്കുകയാണെങ്കിൽ അവിടെ മൽപ്പയ്ക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടെ ചെന്ന ഇത്തരത്തിൽ ലോഹഭാഗങ്ങളോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളോ കണ്ടെത്താനും കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇതേ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ലോഹഭാഗത്തിൽ ഹുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മൽപ്പയ്ക്ക് ഒരു നീക്കം നടത്താൻ കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആ ലോഹ പാർട്ട് അവിടെ ഉണ്ട് എങ്കിൽ അത് ഉയർത്തിക്കൊണ്ട്
കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ കരയിൽ നിന്ന് ഒരു ക്രെയിൻ ഉപയോഗിച്ചാണെങ്കിൽ അത് അത്ര കണ്ട് എളുപ്പമല്ല. അങ്ങനെ ഗുണകരമായ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ നദിയിലെ കുത്തൊഴുക്കാണ്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് 7 knots 8 knots ഒക്കെ പറയുന്ന ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 1 knot താഴേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 0.71 എന്നുള്ള നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ജലത്തിൻ്റെ ഒരു കളർ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ വളരെ തെളിഞ്ഞ വെള്ളമാണ്. പക്ഷേ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ അതിന് കലർപ്പുണ്ട്. ഇന്നലെ വന്ന അണ്ടർ വാട്ടർ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. നേരിയ രീതിയിലെങ്കിലും കലർപ്പുണ്ട്. എങ്കിൽ പോലും മാൽപ്പയെ പോലെ അത്ര കണ്ട് പ്രാവീണ്യം നേടിയിട്ടുള്ള സ്വിമ്മിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഡൈവിങ്ങിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അദ്ദേഹത്തിന് ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടഗ് ബോട്ടുകൾ ഒക്കെ അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രെജർ അവിടെ നിന്ന് മൂവ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ 8 മണി മുതൽ ആണ് ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കേണ്ടത്. 8 മണിക്കൂറാണ് പ്രവൃത്തി സമയം. 7 മണി കഴിഞ്ഞ് 34 മിനിറ്റായി. അപ്പോൾ ദീപക് തയ്യാറായി നിൽക്കുക. 0.12 ആഴ കൂടുതലുള്ള ഭാഗമാണ്. ഈ ഭാഗത്തായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക. നമ്മുടെ പ്രതിനിധികൾ ദീപക് മലയമ്മയുണ്ട്, AK അഭിലാഷ് ഉണ്ട്, അർച്ചന രവീന്ദ്രനുണ്ട്, രഞ്ജിത്ത് മന്നിപ്പാടിയുണ്ട്. തത്സമയം കൂടുതൽ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം